നാരായണ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം നിത്യം പഠിക്കണം. ശ്രീരാമ സീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. ഓം ശ്രീ സീതാരാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേതായ ശ്രീരാമചന്ദ്രായ നമ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ശ്രീമദ് അധ്യാത്മരാമായണം ഭാഗം 3 ബാലകാണ്ഡം 2-ാം സർഗം തുടങ്ങണു. കഥ പറയൽ മാത്രമേ ഉള്ളൂ. നമുക്കത് കേൾക്കാം. നാരദൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് വാക്യവിശാരദനായിട്ടുള്ള ധർമാത്മാവായിട്ടുള്ള മഹാഋഷിയായിട്ടുള്ള മുനിയായിട്ടുള്ള വാൽമീകി മഹർഷി 10,000 ശിഷ്യരോട് കൂടിയിട്ട് നാരദ മഹർഷിയെ പൂജിച്ചു. അതിനുശേഷം നാരദ മഹർഷി ചോദിച്ചതനുസരിച്ച് പരസ്പരം വിട പറഞ്ഞു. അപ്പോൾ രാമായണം മുഴുവനെ പറഞ്ഞ് കേൾപ്പിച്ചു എന്ന് സാരം. അതിനുശേഷം നാരദൻ സ്വർഗഗമനം ചെയ്തു, അല്ലെങ്കിൽ ഊർധ്വഗമനം ചെയ്തു. നാരദൻ പോയപ്പോൾ വാൽമീകി മഹർഷി ഗംഗാതീരത്ത് അവിടെ തമസാ നദിയുണ്ട്, അവിടെ ചെന്നു. നിർമ്മലമായിട്ടുള്ള ആ തീർത്ഥം കണ്ട് അതിൽ സ്നാനാചമനാദി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു, ഭരദ്വാജ മഹർഷിയെ പേര് വിളിച്ച് അല്ലയോ മഹർഷേ എന്ന് മഹർഷിയോട് പറയാണ്. ഭരദ്വാജ കേൾക്കൂ, നല്ലവനായിട്ടുള്ള ഈ മനുഷ്യൻ്റെ മനസ്സ് പോലെ രമണീയമാണ് അതിപ്രസന്നമായിരിക്കുന്ന ഈ നദീജലം, തമസാ നദീജലം, ഗംഗാ നദീജലം. ഇത് ഒരു കലശത്തിലാക്കി വെച്ചോളൂ, എന്നിട്ട് വൽക്കലം തരൂ, ഞാൻ ഉത്തമമായിട്ടുള്ള തമസാ തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് വരാം. മഹാഗുരു വാക്കനുസരിച്ച് ശിഷ്യൻ വൽക്കലം എടുത്ത് കൊടുത്തു. അത് മേടിച്ച് ജിതേന്ദ്രനായിട്ടുള്ള വാൽമീകി മഹർഷി അതിവിശാലമായിട്ടുള്ള വനത്തെ നോക്കി കണ്ടു എന്നാണ്. വാൽമീകിയുടെ കാട് വിവരിക്കലും അതേപോലെ വ്യാസൻ്റെ യുദ്ധം വിവരിക്കലും അതിഗംഭീരാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ വനത്തെ ഇങ്ങനെ നോക്കി കണ്ടു. എന്നിട്ട് അധികം അകലാതെ കണ്ട് വളരെ പ്രത്യേകമായ രീതിയിൽ അതിമനോഹരമായിട്ടുള്ള ശബ്ദങ്ങളെ ഉണ്ടാക്കുന്നതായിട്ടുള്ള പക്ഷികളെയൊക്കെ കണ്ടു. അതിങ്ങനെ നോക്കി നിന്നു. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു നിഷാദൻ ഈ 2 പക്ഷികൾ ഇങ്ങനെ ഇണക്കുരുവികൾ ആയിട്ടിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അവരിങ്ങനെ അടുത്തടുത്ത് കൊക്കൊണ്ട് കൊക്കും, അതേപോലെ മുട്ടിയൊരുമയും കൊണ്ട് അങ്ങനെ നടക്കുന്നു. അതിൽ ഒരു പക്ഷിയെ ആ വേടൻ അമ്പ് ചെയ്ത് കൊന്നു. ഇത് അമ്പാട് കൊണ്ട സമയത്ത് പെടഞ്ഞ് ചാവുന്നതായിട്ടുള്ള അതിനെ നോക്കിയിട്ട് ആ തലയിൽ ഇങ്ങനെ ചോര കാണാണ്ട് ചിറക് വിടർത്തി, മാത്രമല്ല കുറച്ചൊരു കാമത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കണ മറ്റേ കിളി അത് ദയനീയമായിട്ട് കരയാണ്. ഇത് കണ്ടപ്പോൾ സഹിച്ചില്ല. നിഷാദൻ വീഴ്ത്തിയ ആ പക്ഷിയെ കണ്ടപ്പോൾ വല്ലാത്തൊരു ധർമാത്മാവായിട്ടുള്ള ഋഷിക്ക് എത്ര കാരുണ്യം ചോദിച്ചാൽ നിശ്ചല്ലാത്ത അങ്ങനൊരു ഭാവത്തിലെത്തി. ആ ക്രൗഞ്ച പക്ഷിയുടെ രോദനം കേട്ടപ്പോൾ ഇത് അധർമ്മമാണല്ലോ എന്ന് ചിന്തിച്ചു. കുറച്ചൊരു കാരുണ്യത്തോടു കൂടിയിട്ട് ആ ഋഷി ഇങ്ങനെ പറഞ്ഞു. ബാലകാണ്ഡത്തിലെ 2-ാമത്തെ സർഗത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകമായിട്ട് പറഞ്ഞിരിക്കണു, മാ നിഷാദ പ്രതിഷ്ഠാം ത്വം അഗമ ശാശ്വതീ സമാ യത് ക്രൗഞ്ചമിഥുനാദേഹം അവധി കാമമോഹിതം. അല്ലയോ കാട്ടാള, അനവധി കാലത്തേക്ക് നിനക്ക് പ്രതിഷ്ഠയുണ്ടാവാതിരിക്കട്ടെ എന്ന് വെച്ചാൽ വേഗം മരിക്കട്ടെ എന്ന്. ഈ ക്രൗഞ്ചമിഥുനത്തിൽ കാമമോഹിതരായിട്ടുള്ള ഭാവമുണ്ട്. അത് കണ്ടിട്ടും നീ അതിൽ ഒന്നിനെ വധിച്ചില്ലേ. ഇതിലും കൂടുതൽ ഒരു മഹാപാപം എന്താ ഉള്ളത്? ബ്രഹ്മഹത്യാപാപമാണ്. നിദ്രാഭംഗ കഥാച്ഛേദോ
ദമ്പത്യോർ പ്രീതിഭേദനം ശിശു മാതൃവിഭേദശ്ച ബ്രഹ്മഹത്യ സമം സ്മൃതം എന്നാണ്. അപ്പോൾ ഇവിടെ ദമ്പത്യോർ പ്രീതിഭേദനം സംഭവിച്ചു, അത് ബ്രഹ്മഹത്യാ പാപ. നിനക്ക് അതിൻ്റെ എല്ലാവിധ ദോഷങ്ങളും സംഭവിക്കും. ഇത് ഈ പക്ഷിയുടെ അവസ്ഥയിൽ ശോകാർത്തനായില്ലോ എന്ന് വാൽമീകി സ്വയം ചിന്തിച്ചു. ഞാനിപ്പോൾ ഈ പറഞ്ഞത് എന്താണ്? പറഞ്ഞതൊരു ശാപവാക്കാണല്ലോ. തൻ്റെ ഉത്തമരായിട്ടുള്ള ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. സമ അക്ഷരമായിട്ടുള്ള പാദബന്ധത്തോടു കൂടിയതായിട്ടുള്ള, അതായത് ഇപ്പോൾ ഇവിടെ അനുഷ്ടുപുറത്താണ് 32 അക്ഷരം. ഇപ്പോൾ 4 8 32. അങ്ങനെ തന്ത്രിലയ സമന്വിതമായിട്ട് തന്ത്രിവാദ്യം, ഇപ്പോൾ ഈ ചില വീണ, ഗിറ്റാറ്, ഇതിനൊക്കെ 4 കമ്പി അത്ര ഉണ്ടാവുക. അതിൻ്റെ നീളവും അങ്ങനെ എന്തൊക്കെയോ ചില കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ ലയത്തോടൊപ്പം പാടാവുന്നതായിട്ടുള്ള ഈ താളലയ ഗാന ഒരു ചേരുവയുണ്ട്. ആ രാഗ താള ഭാവ ലയം, രാഗം താളം ഭാവം ലയം, 4 ഭാവമാണ്. ഈ 4 ഭാവമാണ് അത്ര ആ കമ്പികളെ. അതൊക്കെ സംഗീതം പഠിച്ചവർക്ക് അറിയും, നമുക്ക് അത്രയൊന്നും അറിയില്ല. അപ്പോൾ ആ തന്ത്രിലയ സമന്വിതമായിട്ട് ഈ ദുഃഖത്തോടു കൂടിയ ഞാൻ ഇപ്പോൾ ഉച്ചരിച്ചതായിട്ടുള്ള ഈ വാക്യം അത് ശ്ലോകമായിട്ട് ഭവിക്കട്ടെ, അതൊരു ശാപമാവാതെ സംഭവിക്കട്ടെ എന്ന് സാത്വികനായിട്ടുള്ള ഈ വാൽമീകി മഹർഷി പറഞ്ഞു. വാൽമീകി മഹർഷി അങ്കുലീമാരൻ എന്ന ഒരു കാട്ടാളൻ ആയിട്ട് കുറച്ചു കാലം ജീവിച്ചു. അദ്ദേഹം ഭാർഗവൻ തന്നെയാണ്, മഹർഷി ബ്രാഹ്മണൻ തന്നെയാണ്. പിന്നീട് ഒരു ച്യുതി വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ കാട്ടാളനായിട്ട് ജീവിക്കേണ്ടി വന്നത്, അങ്കുലീമാരനായിട്ട് ജീവിക്കേണ്ടി വന്നത്. അദ്ദേഹമാണ് വീണ്ടും സത്സംഗം കൊണ്ട് സപ്തർഷിമാരായിക്കോട്ടെ, ഇനി സനകാദികളായിക്കോട്ടെ, ഏതായാലും അവരാൽ ഉപദേശം സ്വീകരിക്കപ്പെട്ടുകൊണ്ട് തപസ് ചെയ്ത് പുറ്റ് വന്ന് ആ പുറ്റുകളെ വീണ്ടും ഇതേ മഹർഷിമാർ പൊട്ടിച്ച് ജ്ഞാനമൂർത്തിയായിട്ട്, കവിയായിട്ട്, ശ്രേഷ്ഠനായിട്ട്, ഭഗവാൻ പോലും അംഗീകരിച്ച ഭാവത്തിൽ വാൽമീകി എത്തിച്ചത്. അപ്പോൾ ആ വാൽമീകിയാണ് ഇപ്രകാരത്തിൽ പറയുന്നത്, ഇനി അതൊരു ശാപമാവരുത്. കാരണം വീണ്ടും എനിക്ക് അങ്ങനെ ഒരു ദുരിതാവസ്ഥ വരും. ഞാൻ ശപിച്ചു, അപ്പോൾ മറ്റുള്ളവർക്ക് ആ ശാപം കിട്ടുക, പക്ഷേ അതിൻ്റെ പരിണത ഫലം നമുക്കും കിട്ടും, ശപിച്ചയാൾക്കും കിട്ടും. അപ്പോൾ അത് വേണ്ട, അത് ശാപമല്ലാതെ കണ്ട് ഒരു ശ്ലോകമായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞു. പാദബദ്ധോക്ഷര സമസ്തന്ത്രീലയ സമന്വിത ശോകാർത്ഥസ്യ പ്രവൃത്തോ മേ ശ്ലോകോ ഭവതു ന അന്യഥാ. അപ്പോൾ ഈ വാക്ക് കേട്ടപ്പോൾ ആ ശിഷ്യന്മാര് ഗുരുനാഥൻ്റെ ഈ അത്യുത്തമമായിട്ടുള്ള ഈ വാചകം അത് കേട്ടപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് അത് തന്നെ പഠിച്ചു നല്ലോണം, അത് ഹൃദിസ്ഥമാക്കി. മഹർഷിയും അതിൽ സന്തോഷം കൊണ്ടുവന്ന. പിന്നെ ആ തീർത്ഥസ്ഥാനത്തിൽ യഥാവിധി സ്നാനമൊക്കെ ചെയ്ത് ഈ സംഭവത്തെക്കുറിച്ച് നല്ലോണം ചിന്തിച്ചു. മഹർഷി ആശ്രമത്തിൽ തിരിച്ചെത്തി കലശം പുഴയിൽ മുക്കിയിട്ട് നല്ലോണം ശുദ്ധി വരുത്തിയിട്ട് അത് നിറച്ച് ജലമെടുത്ത് പിന്നാലെ ഭരദ്വാജ മഹർഷി നടന്നു. അങ്ങനെ ശിഷ്യനോടൊപ്പം ആശ്രമത്തിലെത്തി. ധർമാത്മാവായിട്ടുള്ള മുനി അവിടെ ഇരുന്നു, പല കഥകളും ചിന്തിച്ചു. ആ ശ്ലോകത്തെ പറ്റി ഒന്നും കൂടി ധ്യാനം ചെയ്തു. അപ്പോൾ അതിലൊരു ലയം കിട്ടി. ലോകസൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവിനെ, മഹാതേജസ്വിയായിട്ടുള്ള ആ മുനി സ്മരിച്ചു, കണ്ടു. അപ്പം അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിൽ കാണുകയാണ്. വാൽമീകി ഉടനെ എഴുന്നേറ്റു. സ്മരിച്ചപ്പോഴേക്കും ബ്രഹ്മാവ് അവിടെ എത്തി. ആ ബ്രഹ്മാവിനോട് എഴുന്നേറ്റ് പൂജിച്ച് മറ്റേ കുശല പ്രശ്നങ്ങളല്ല, പ്രദക്ഷിണ നമസ്കാരാദികളും കഴിഞ്ഞ് വീണ്ടും നമസ്കരിച്ച് മൂകനായിട്ട് കുറച്ചൊരു അത്ഭുതത്തോടു കൂടിയിട്ട് ബ്രഹ്മാവിൻ്റെ മുമ്പിലിരുന്നു. അർഘ്യപാദ്യ ആസന വന്ദനാദികളെല്ലാം 16 ഉപചാരത്തോടു കൂടി പൂജിക്കണം. അങ്ങനെയൊക്കെ പൂജിച്ച് വേദം വിധിച്ച രീതിയിൽ പൂജിച്ചു, നമസ്കരിച്ച് കുശലമൊക്കെ പറഞ്ഞതിന് ശേഷം ഭഗവാൻ പ്രത്യേകമായിട്ടൊരു പീഠത്തിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത്. അവിടുന്ന് വാൽമീകി മഹർഷിയോട് ഇരിക്കാൻ പറഞ്ഞു.
ബ്രഹ്മാവിൻ്റെ ആജ്ഞയനുസരിച്ച് അദ്ദേഹം ഇരുന്നു. അങ്ങനെ ഈ പിതാവായിട്ടുള്ള ത്രിമൂർത്തികളിൽ സൃഷ്ടാവായിട്ടുള്ള ആ ബ്രഹ്മാവ് വാൽമീകിയുടെ മനസ്സ് നല്ലോണം കണ്ടു. പാപാത്മാവായിട്ടുള്ള ആ വാൽമീകി ഇങ്ങനൊരു വൈരഗ്രഹണ ബുദ്ധി കൊണ്ട് അത്രയും മനോഹരമായിട്ടുള്ള ശബ്ദമുള്ള ആ ക്രൗഞ്ച പക്ഷികളെ അകാരണമായിട്ട് ആ വേടൻ വധിച്ചതിനെ പറ്റി ചിന്തിച്ചു. അത് കഷ്ടമായില്ലോ എന്നിങ്ങനെ പറയുകയാണ്. ആ പക്ഷികളെ പറ്റി ചിന്തിച്ചുകൊണ്ട് വീണ്ടും ആ ശ്ലോകം ഓർത്ത് കുറച്ചൊരു ദുഃഖം അനുഭവിച്ചുകൊണ്ട് വാൽമീകി ഇരിക്കുകയാണ്. അങ്ങനെ ശ്ലോക ഏവാഹ തു അയം ബദ്ധഃ ന അത്ര കാര്യവിചാരണ മച്ഛന്ദാദേവ തേ ബ്രഹ്മൻ പ്രവൃത്തേയം സരസ്വതി രാമസ്യ ചരിതം കൃത്സ്നം കുരു ത്വം ഋഷിസത്തമ ധർമാത്മനോ ഭഗവതോ ലോകേ രാമസ്യ ധീമതഃ വൃത്തം കഥയ ധീരസ്യ യഥാ തേ നാരദാൽ ശ്രുതം രഹസ്യം ച പ്രകാശം ച യദ്വൃത്തം തസ്യ ധീമതഃ രാമസ്യ സഹ സൗമിത്രേ രാക്ഷസാനാം ച സർവശ വൈദേഹ്യാശ്ചൈവ യദ്വൃത്തം പ്രകാശം യദിവാരഹ തത് ച അവിദിതം സർവം വിദിതം തേ ഭവിഷ്യതി ന തേ വാഗ് അനൃത കാവ്യേ കാചിതത്ര ഭവിഷ്യതി. പ്രത്യേകം പറയാണ്. ബ്രഹ്മാവ് നല്ലോണം ചിരിച്ചുകൊണ്ട് ആ വാൽമീകി മഹർഷിയോട് പറഞ്ഞു, ഇതിനെപ്പറ്റി ഇനി ചിന്തിക്കേണ്ട. ഇങ്ങനെ ഒരു ബന്ധം വരാനുള്ള കാരണം, വാക്കുകൾ തമ്മിൽ യോജിക്കാനുള്ള കാരണം അതൊരു ശ്ലോകമായിട്ട് ഭവിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ആഗ്രഹം, എൻ്റെ ഛന്ദസ് അനുസരിച്ച് തന്നെയാണ് സരസ്വതി ഇപ്രകാരത്തിലെ വാക്കുകളെ അങ്ങയെ കൊണ്ട് ഉച്ചരിപ്പിച്ചത്. അല്ലയോ ഋഷിമാരിൽ ഉത്തമ, സത്തമ, ധർമാത്മാവായിട്ടുള്ള, ബുദ്ധിമാനായിട്ടുള്ള, പരമഭാഗവതനായിട്ടുള്ള അങ്ങ് ഈ ശ്രീരാമൻ്റെ ചരിതം മുഴുവൻ രചിച്ചാലും കഥയായിട്ട് പറഞ്ഞോളൂ. ധർമാത്മാവായിട്ടുള്ള ആ ധീരൻ്റെ ചരിത്രം എത്ര രഹസ്യമാണ് എന്നത് നല്ലോണം പരസ്യമായി തീരട്ടെ. നാരദരിൽ നിന്ന് അങ്ങ് കേട്ടില്ലേ ഇപ്പോൾ കഥകൾ, അത് വിസ്തരിച്ച് പറഞ്ഞോളൂ. രാമൻ്റെയും ലക്ഷ്മണൻ്റെയും അതേപോലെ ഈ രാക്ഷസന്മാരുടെയും ഒളിഞ്ഞും തെളിഞ്ഞുള്ള പല പ്രകാരത്തിലുള്ള ഈ സീതയോട് കാണിച്ച ചില നീതി അനീതി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കഥ. അപ്പോൾ സീതാചരിതം സീതായനമായിട്ട് പറഞ്ഞോളൂ. അത് എത്ര കഥിച്ചാലും മതിയാവില്ല. അറിയാത്തതായിട്ടിരിക്കുമ്പോഴും അങ്ങേക്ക് അത് അറിവുള്ളതായിട്ട് ഭവിക്കാൻ ഞാൻ ഇത് അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ വാക്ക് ഈ ശ്രേഷ്ഠമായിട്ടുള്ള കാവ്യത്തിൽ എന്നും അനൃതമായിട്ട് ഭവിക്കയില്ല, എന്ന് വെച്ചാൽ സത്യമായിട്ട് ഭവിക്കട്ടെ എന്നാണ്. ഏത് കാലത്തും ഇത് എന്നും സത്യമായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ഒരു സ്ഥായീ ഭാവം സംഭവിക്കട്ടെ എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. രാമായണം എത്ര കാലം നിൽക്കും അത്ര കാലം നിൽക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? കുരു രാമകഥാം പുണ്യാം ശ്ലോകബദ്ധാം മനോരമാം യാവൽ സ്ഥാസ്യന്തി ഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥാ ലോകേഷു പ്രചരിഷ്യതി യാവത് രാമസ്യ ച കഥാ ത്വൽകൃത പ്രചരിഷ്യതി. അങ്ങനെയാണ് ഈ രാമകഥ, പുണ്യകഥ അതിമനോഹരമായിട്ട് ശ്ലോകബദ്ധമായിട്ട് അവതരിപ്പിച്ചോളൂ. പർവ്വതങ്ങൾ, നദികൾ ഈ ഭൂമിയിൽ ഉള്ള അത്രയും കാലം അങ്ങ് രചിച്ചതായിട്ടുള്ള ഈ രാമകഥ പ്രചരിക്കും. ഈ രാമായണ കഥയായിട്ട് ഈ ലോകത്തിലെല്ലാവരാലും അത് അംഗീകരിക്കും. അങ്ങയെ എല്ലാവരും സ്മരിക്കും. മാത്രമല്ല, ഇത് ആരാണോ ഈ കഥ വായിക്കുന്നത് അവർക്ക് ഊർധ്വലോക ഗമനം സാധിക്കും. അല്ലാത്തവർക്ക് അധോലോക ഗമനമാണ് ഉണ്ടാവുക. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ബ്രഹ്മാവ് അന്തർധാനം ചെയ്തു. അപ്പോൾ നല്ലോണം അനുഗ്രഹം കിട്ടി എന്ന് സാരം വാൽമീകി സന്തോഷമായി, കുറച്ചൊരു അത്ഭുതമായി. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാവരും വീണ്ടും വീണ്ടും ഈ ശ്ലോകം ആലപിച്ചു. അത്രയ്ക്ക് ഭംഗിയുണ്ട്, അത്ഭുതമുണ്ട്. അങ്ങനെ ആലപിച്ചു. സമാക്ഷരങ്ങളോടുകൂടിയ 4 പാദങ്ങളുള്ള
ആ ഗീതം അദ്ദേഹത്തിൻ്റെ ശോകം തന്നെ ശ്ലോകത്വമായിട്ട് രൂപം പൂണ്ടതാണ്. 40-ാമത്തെ ശ്ലോകത്തിൽ പറയണു, സമാക്ഷരൈഃ ചതുർഭിഃ യൈഃ പാദൈഃ ഗീതോ മഹർഷിണ സഹ അനുവ്യാഹരണാത് ഭൂയ ശ്ലോകത്വമാഗത. 8 അക്ഷരങ്ങളായിട്ട് തുല്യങ്ങളായിട്ട് 4 പാദങ്ങളുള്ള ഈ അതിമനോഹരമായിട്ടുള്ള ഗീതം, അത് ഋഷിവാക്യം ഗീതം, ഭഗവത് വാക്യം ഗീതം, ഗീയതേ ഇതി ഗീതം, അങ്ങനെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ശോകം തന്നെ ശ്ലോകമായിട്ട് മാറിയതാണ് എന്ന് ബ്രഹ്മാവിനാൽ വിധിക്കപ്പെട്ടു. അത് ഋഷികുമാരന്മാർ ശിഷ്യന്മാരൊക്കെ ഏറ്റു പറയുകയും ചെയ്തു. അങ്ങനെ മംഗളാത്മാവായിട്ടുള്ള ഈ മഹർഷിയുടെ മനസ്സിൽ ഉറപ്പായി, ഇങ്ങനെയുള്ള ഈ ശ്ലോകങ്ങളെ കൊണ്ട്, ഈ ഛന്ദസ്സുകളെ കൊണ്ട് രാമായണം മുഴുവൻ രചിക്കണം. ആ കഥ എനിക്ക് പറയണം. ഉദാരദർശനായിട്ടുള്ള യശസ്വിയായിട്ടുള്ള കീർത്തിമാനായിട്ടുള്ള ആ മഹാഋഷിയായിട്ടുള്ള വാൽമീകി അതിമനോഹരങ്ങളായിട്ടുള്ള ഉദാരവൃത്ത അർത്ഥപദങ്ങൾ ചേർത്തുണ്ടാക്കിയതായിട്ടുള്ള ഈ സമ അക്ഷര പാദങ്ങളായിട്ടുള്ള ശ്ലോക ശതങ്ങളാൽ, ആയിരക്കണക്കിനാണ് കേട്ടോ, 100 അല്ല, 10,000 24,000 ഉണ്ട്. അപ്പോൾ രാമൻ്റെ യശസ് ഉയർത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആ കാവ്യത്തെ രചിച്ചു, മുനി നിർമ്മിച്ചു. അത് സമാസ സന്ധി യോഗങ്ങൾ എല്ലാം ചേർന്ന് ആദ്യന്തം ഒരുപോലെ മധുരമായിട്ടുള്ള അതിമധുരം, അതാണ് അത്രയും ആദി കാവ്യം ആണ്. ഇങ്ങനൊരു കാവ്യം ഉണ്ടായിട്ടില്ല ഇതിനു മുന്നേ. അർത്ഥവാക്യ ബന്ധങ്ങളോട് കൂടിയത്. അങ്ങനെയുള്ള ഈ രാമൻ്റെ കഥ, അതേപോലെ രാവണ കഥ, സീതയുടെ കഥ, അത് എല്ലാവരും കേട്ടോളൂ കേട്ടോ. ഇങ്ങനെ പറയാണ്, തതുപഗത സമാസ സന്ധിയോഗം സമമധുരോപനതാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശശിരസശ്ച വധം നിശാമയധ്വം. ഇങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഈ രാമകഥ നിങ്ങൾ കേട്ടോളൂ. എത്ര കേട്ടാലും അത് മതി വരില്ല കേട്ടോ. ഇങ്ങനെ പറയാണ്. 43 ശ്ലോകങ്ങളെ കൊണ്ട് 2-ാമത്തെ സർഗം പറഞ്ഞു. ഇനി 3-ാമത്തെ സർഗം 39 ശ്ലോകങ്ങളെ കൊണ്ട് പറയാണ്. അത് ഒരു രാമായണ സംഗ്രഹമായിട്ട് വീണ്ടും പറയാണ്. ധർമാർത്ഥസഹിതമായിട്ടുള്ള, എല്ലാവർക്കും ഹിതമായിട്ടുള്ള ഹിതം 3 തരത്തിലാണ്. എപ്പോഴും പറയാറുള്ളതാണ്. അവനവൻ്റെ ഹിതം, ദോഷം സംഭവിക്കരുത്. ലോകഹിതം, എല്ലാവർക്കും ഇഷ്ടാവണം. അതേപോലെ തന്നെ ഭഗവാന്റെയും ഹിതമാവണം. അങ്ങനെ ഹിതമായിട്ടുള്ള ഈ ഇതിവൃത്തം മുഴുവൻ കേട്ടു. നാരദനിൽ നിന്ന് കേട്ടതായിട്ടുള്ള ആ ചരിത്രം, അതിബുദ്ധിമാനായിട്ടുള്ള ഈ രാമൻ്റെ ചരിത്രം, അത് കവിയായിട്ടുള്ള ഈ മഹർഷി അന്വേഷിക്കാൻ തുടങ്ങി, അത് രചിക്കാൻ തുടങ്ങി, അതായത് മനനം ചെയ്യാൻ തുടങ്ങി. മുനി എന്നുള്ള നിലയ്ക്കാണല്ലോ. അപ്പോൾ ഒക്കെ ഓർമ്മ വരുമെന്നാണ് ബ്രഹ്മാവ് അനുഗ്രഹിച്ചിറക്കുന്നത്. അതിനനുസരിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ ജലമൊക്കെ തൊട്ട് ആചമനാദി കാര്യങ്ങളെല്ലാം ചെയ്ത് അഞ്ജലിബദ്ധനായിട്ട് കിഴക്കോട്ട് തലയാക്കിയിട്ട് വിരിച്ചതായിട്ട് ദർഭപുല്ലിൽ ഇരുന്നു കൊണ്ട് യോഗശക്തി കൊണ്ട് ഇതിൻ്റെ ആ രാമായണ കഥ മുഴുവൻ ഒന്നിങ്ങനെ മനനം ചെയ്തു. നമ്മൾ ഈ സരസ്വതി പൂജ കഴിഞ്ഞ സമയത്ത് കന്നിമാസിൽ പൂജാ ഹോളിഡേയ്സ് ഉണ്ടല്ലോ, അപ്പോൾ അക്ഷരം എഴുതാറുണ്ട്. അപ്പോൾ ഹരിശ്രീ ഗണപതയ നമഃ അവിഘ്നമസ്തു ഹരി എന്നെഴുതിക്കൊണ്ട് ഈ അക്ഷരങ്ങളെ മുഴുവൻ കൂട്ടക്ഷരയും ചില്ലക്ഷരങ്ങളും സകലതും അങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും അത് എഴുതി, അങ്ങനെ വീണ്ടും എഴുതി, അങ്ങനെ 3-4 വട്ടമൊക്കെ എഴുതലും വായിക്കലും എഴുതലും പറയലും സ്മരിക്കലും മനനം ചെയ്യലും ഒക്കെ ആയിട്ട് ഒരു 4-5 വട്ടമൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ഉറപ്പിക്കും. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് അത് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. മണലിലാച്ച മണലിലെഴുതും, അരിയിലാച്ച അരിയിലെഴുതും. ഞങ്ങളൊക്കെ സാധാരണ മണലിലാണ് എഴുതുക. ഇങ്ങനെ രാമചരിതം മുഴുവൻ ആ ദർഭപുല്ലിൽ ഇരുന്നു കൊണ്ട് ഈ വാൽമീകി മഹർഷി സ്മരിച്ചു. രാമൻ, ലക്ഷ്മണൻ, സീത, അതേപോലെ തന്നെ ദശരഥൻ, പിന്നെ കൗസല്യ, സുമിത്ര, കൈകേയി, ഇവർ, അതേപോലെ എല്ലാ രാജ്യത്തിൽപ്പെട്ട ഓരോരുത്തരും അതാത് രാജ്യങ്ങളിൽ പെട്ടുകൊണ്ട് എന്തൊക്കെ ചെയ്തുവോ അതൊക്കെ, എങ്ങനെയാണോ ജീവിച്ചത്
അവരെന്തൊക്കെയാണോ പറഞ്ഞത്, ചെയ്തത്, അവരുടെ ചെറിയ തൊട്ടുള്ള ഓരോരോ ഭാവങ്ങൾ സകലതും ഈ യോഗശക്തി കൊണ്ടിങ്ങനെ ഉള്ളിൽ കണ്ടു. സത്യസന്ധനായിട്ടുള്ള ഈ രാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടിയിട്ട് വനത്തിൽ സഞ്ചരിക്കുന്നത് പ്രത്യേകമായിട്ട് പ്രത്യക്ഷമായിട്ട് കണ്ടു എന്നാണ്. അങ്ങനെ കയ്യിലുള്ളൊരു നെല്ലിക്ക പോലെ അത് സംഭവിച്ചതെല്ലാം യോഗസിദ്ധിയിൽ ഇങ്ങനെ തെളിഞ്ഞ് കണ്ടു. അതെല്ലാം ഇങ്ങനെ വിവരിക്കാൻ തുടങ്ങി. ഉത്സാഹം കൂടിക്കൂടി വന്നു. അതിന് ശ്രമിച്ചു തുടങ്ങി. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത അതേപോലെ തന്നെ ആ രത്നാഢ്യമായിട്ടുള്ള സമുദ്രം പോലെയുള്ള സർവ ശ്രുതി മനോഹരമായിട്ടുള്ള കാമാർത്ഥ ഗുണ സംയുക്തമായിട്ടുള്ള ധർമാർത്ഥ ഗുണ വിസ്തരവുമായിട്ടുള്ള രാമകഥ മഹർഷി ഇങ്ങനെ പറയാൻ തുടങ്ങി. കാമാർത്ഥ ഗുണ സംയുക്തം ധർമാർത്ഥ ഗുണ വിസ്തരം സമുദ്രമിവ രത്നാഢ്യം സർവശ്രുതി മനോഹരം. അതാണ് ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ നേടാൻ. അതാണ് കാമാർത്ഥ. എല്ലാം കാമം തന്നെയാണ് ശരിക്ക്. മോക്ഷം കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് കാമോ മോക്ഷായ. അർത്ഥോ ധർമായ എന്നാണ്. അതിന് വേണ്ട എല്ലാ അർത്ഥങ്ങളും ധർമ്മം ചെയ്യാനുണ്ട്. ധർമ്മ അർത്ഥ ഭഗവത് അനുഗ്രഹമാകുന്ന ഭക്തരെ അനുഗ്രഹിക്കുന്ന ലീലകൾ ചെയ്ത ഗുണം അതിൻ്റെ വിസ്തരണം. അതിങ്ങനെ വിസ്തരിച്ച് പറയുകയാണ്. സമുദ്രമിവ രത്നാഢ്യം, സമുദ്രത്തിൽ രത്നങ്ങൾ ധാരാളം ഉണ്ടാവും എന്ന കൂട്ടത്തിൽ ധാരാളം കഥകൾ നേരിട്ട് ഭഗവാൻ ബന്ധപ്പെട്ടതും നേരിട്ട് ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിച്ചതും പിന്നെ പരോക്ഷമായിട്ടും അങ്ങനെ ധാരാളം കഥാരത്നങ്ങളെ കിട്ടുകയാണ്. അത് സർവശ്രുതി മനോഹരം, ശ്രുതിബദ്ധമായിട്ട് താളബദ്ധമായിട്ട് താളലയ ഭാവ രാഗത്തോട് കൂടിയിട്ട് നാദത്തോട് കൂടിയിട്ട് ഇതൊക്കെ ഈ സംഗീതത്തിൻ്റെ പ്രത്യേകതയാണ്. 64 തരത്തിൽപ്പെട്ടതായിട്ടുള്ള മേളകർത്താരാഗങ്ങൾ എന്നൊക്കെ പറയും. ഏതായാലും അതൊക്കെ സപ്തസ്വര ബദ്ധമായിട്ട് ഇഷ്ടത്തോടു കൂടിയിട്ട് കേട്ടാൽ രോഗങ്ങളെ പോലും ഇല്ലാണ്ടാകും, ഭവരോഗം തീർക്കും. അങ്ങനെയുള്ള ഈ രാമകഥ കേൾക്കാൻ സാധിച്ചു എന്നാണ് വെച്ചാൽ വാൽമീകി മഹർഷിക്ക് കേൾക്കാൻ സാധിച്ചു. അത് ഉള്ളിൽ വന്നു. ഇനി അതിങ്ങനെ എഴുതുക, അത്രയേ ഉള്ളൂ. അങ്ങനെ എഴുതാൻ തുടങ്ങി. രാമൻ്റെ ജന്മം, അതിമഹത്തായിട്ടുള്ള വീര്യം, എല്ലാവരോടുമുള്ള അനുകൂല ഭാവം, ലോകപ്രിയത, അതേപോലെ ക്ഷമയോട് കൂടിയിട്ട് പിന്നെ സൗമ്യശീലം, സത്യസന്ധത. വിശ്വാമിത്രനും ഒരുമിച്ച് ഒരു സമയത്ത് ഇങ്ങനെ പോണ സമയത്ത് ആ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള കഥകളെ പറയുന്നത്. പിന്നെ ജാനകിയെ വിവാഹം, സീതയെ വിവാഹം കഴിച്ചത്, ധനുർഭഞ്ജനം, ശിവധനുസ് പൊട്ടിക്കൽ, പരശുരാമനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, രാമൻ്റെ ഗുണഗണങ്ങൾ എങ്ങനെ വിവരിച്ച് അതേപോലെ അഭിഷേക നിശ്ചയം, കൈകേയിയുടെ ഈ ഒരു മുടക്കൽ, അതിലൊരു ദുഷ്ടഭാവത്തെ കണ്ടു. പിന്നെ അഭിഷേക വിഘ്നം കഴിഞ്ഞപ്പോൾ രാമൻ്റെ നാടുവിടൽ, കാട്ടിലേക്ക് പോകൽ, ദശരഥൻ്റെ ദുഃഖം, വിലാപം, പിന്നെ ദശരഥൻ്റെ മൃത്യു അല്ലെങ്കിൽ മുക്തി, പ്രജകളുടെ ഈ വിഷാദം, ദുഃഖം, പ്രജകളുടെ നാടുവിടൽ, നിഷാദ അധിപനുമായിട്ടുള്ള ഗുഹനുമായിട്ടുള്ള സംവാദം, സൂതനെ തിരിച്ചയക്കൽ എന്ന് വെച്ചാൽ അവിടെ തേരാളിയെ തിരിച്ചയക്കൽ, പിന്നെ ഗംഗ കടക്കൽ, ഭരദ്വാജ ആശ്രമത്തിലെത്തൽ, ഭരദ്വാജൻ്റെ നിർദ്ദേശമനുസരിച്ച് ചിത്രകൂടത്തിൽ താമസമാക്കി, അവിടെ ഭരതനൊക്കെ വന്നിട്ട് കാണൽ, പർണശാല നിർമ്മാണം, ഭരതാഗമനം, ഭരതൻ നടത്തിയതായിട്ടുള്ള അഭ്യർത്ഥന, പിതാവിൻ്റെ ഉദയക്രിയാദികൾ, ഊർധ്വലോക ശേഷക്രിയാദികളെല്ലാം ചെയ്തു. ഒക്കെ ശ്രീരാമൻ ഇവിടെ ഒന്ന് ചെയ്യാണ്. പിന്നെ ശ്രീരാമൻ്റെ മെതിയടി ശ്രീരാമനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അത് രാജാവായിട്ട് അഭിഷേകം ചെയ്തതിൻ്റെ ശേഷം ഭരതൻ ആ മെതിയടിയും കൊണ്ട് നന്ദിഗ്രാമത്തിലെത്തി. ശ്രീരാമൻ ദണ്ഡകാരണ്യത്തിലേക്ക് പോയി വിരാധനെ വധിച്ചു. ശരഭംഗ മഹർഷിയെ കണ്ടു, സുതീക്ഷണനെ കണ്ടു. അനസൂയ സീതയ്ക്ക് ധാരാളം കുറിക്കൂട്ടുകൾ, ആഭരണങ്ങളൊക്കെ കൊടുത്തത്, ചില ഉപദേശങ്ങൾ കൊടുത്തത്, അഗസ്ത്യ ദർശനം, പിന്നെ അമ്പും വില്ലുമൊക്കെ ഇന്ദ്രൻ കൊടുത്ത് സ്വീകരിച്ചത്, ശൂർപ്പണഖയോടുമായിട്ടുള്ള സംവാദം, വിരൂപം, ശൂർപ്പണഖയ്ക്ക് വിരൂപ ഭാവത്തെ കൊടുക്കുന്നത് ലക്ഷ്മണൻ,
പിന്നെ ഖരദൂഷണ ത്രിശിരസ്സുകളുടെ വധം 14,000 രാക്ഷസന്മാരെ വധിച്ചത്. പിന്നെ രാവണൻ്റെ മാരീചൻ്റെയും വരവ്, മാരീചവധം, സീതാപഹരണം, രാഘവ വിലാപം, രാമൻ്റെ ഈ ദുഃഖം, അതേപോലെ രാവണൻ ഈ ജടായുവിനെ ചിറക് വെട്ടി വീഴ്ത്തിയത്, പിന്നെ കബന്ധ ദർശനം, ജടായുവിൻ്റെ മുക്തി, പമ്പാ നദീ ദർശനം, അങ്ങനെയല്ലേ. പിന്നെ ശബരിയെ കണ്ടത്, ശബരിക്ക് മുക്തി കൊടുത്തത്, ശബരി കൊടുത്തതായിട്ടുള്ള ഫലമൂലങ്ങളെ എച്ചിലാണല്ലോ, കടിച്ചിട്ടല്ലേ കൊടുത്തത്, അത് സ്വീകരിക്കൽ, രാമൻ്റെ വിലാപം, പിന്നെ പമ്പാതീരത്ത് വെച്ച് ഹനുമാനെ കണ്ടത്, ഋഷ്യമൂകാചലത്തിൽ പോയത്, സുഗ്രീവ സമാഗമം, സുഗ്രീവന് വിശ്വാസമുണ്ടാക്കി കൊടുക്കൽ, സുഗ്രീവ സഖ്യം, അതേപോലെ ബാലി സുഗ്രീവ യുദ്ധം, ബാലിവധം, പിന്നെ സുഗ്രീവൻ്റെ സ്ഥാനാരോഹണം എന്ന് വെച്ചാൽ കിഷ്കിന്ധയിൽ രാജാവായിട്ട് സുഗ്രീവനെ അഭിഷേകം ചെയ്തു. പിന്നെ താരയുടെ വിലാപം, ബാലിയെ വധിച്ചുല്ലോ എന്നുള്ള നിലയ്ക്ക്, സുഗ്രീവൻ്റെ പ്രതിജ്ഞ, ചാതുർമാസ്യം, അതിനുശേഷം ഈ രാമൻ്റെ ക്രോധം, അത് വാനരന്മാരെ വിളിച്ചു വരുത്തി ഈ എല്ലാ ദിക്കിലേക്കും പറഞ്ഞയക്കൽ, പിന്നെ സുഗ്രീവൻ ആ ഭൂമിയെ വിസ്തരിച്ച് ഒന്നിങ്ങനെ വർണ്ണിക്കണത്, പിന്നെ മോതിരം, അടയാള മോതിരത്തെ ഹനുമാനെ കാണിച്ചു കൊടുക്കൽ, ഹനുമാൻ അംഗദൻ കൂട്ടരെല്ലാവരും ഈ ഋക്ഷഗുഹാദർശനം, പ്രായോപവേശം, കടലിൻ്റെ തീരത്തെത്തി കഴിഞ്ഞപ്പോൾ 3 പേടി വന്നു എന്നാണ്. അവിടെ സമ്പാദ്യം ഉണ്ടായിരുന്നു, ഗൃധ്രം. കുരങ്ങന്മാർക്ക് സമ്പാദ്യം എന്ന് വെച്ചാൽ ഈ ഗൃധ്രം കഴുകന്മാരെ പേടിയാണ്, കഴുകന്മാർക്ക് ആഹാരമാണ് കുരങ്ങൻ. അപ്പോൾ അതുകൊണ്ട് അത് വാനരന്മാർക്ക് വലിയ പ്രശ്നമാണ്. അതേപോലെ ഒരു പുറം കടലാണ്, ഒരു പുറം സമ്പാദ്യമാണ്, ഒരു പുറം സുഗ്രീവൻ്റെ ആജ്ഞയാണ്. അപ്പോൾ 3 പേടി ഉണ്ടായിന്നാണ്. അപ്പോൾ അവർ പ്രായോപവേശം ചെയ്ത് മരിക്കാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ സമ്പാദി ഈ സീതയെ കണ്ടതായിട്ടുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സമ്പാദിക്ക് ചരക്കമൊഴിച്ചു, സമ്പാദി രക്ഷപ്പെട്ടു. ആ സമയത്ത് ഈ ജാമ്പവാൻ ഹനുമാനെ ശക്തിയെക്കുറിച്ച് പറഞ്ഞ് ബലവാനാക്കി. അതിനുശേഷം പർവ്വതാരോഹണം, സാഗര ലംഘനം, സമുദ്രവചനമനുസരിച്ച് മൈനാക ദർശനം, പിന്നെ രാക്ഷസിയായിട്ടുള്ള സുരസ വന്നപ്പോൾ ആ സുരസയെ വധിച്ചതായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ഛായാഗ്രഹിണി, അങ്ങനെ ഒരു പിശാചിനുണ്ട് സമുദ്രത്തിൻ്റെ അടിയിൽ. അതിനെ സുരസയെ വധിച്ചില്ല, സുരസയെ ആശ്വസിപ്പിക്കുക എന്നുള്ള രീതിയിൽ 2 മുക്തി കൊടുക്കലാണ്. ഏതായാലും ഒരു പരീക്ഷണത്തിൽ ഹനുമാൻ വിജയിച്ചു എന്നതാണ്. മാതാവായിട്ട് മാറ്റി സുരസയെ, അങ്ങനെയാണ്. സുരസയെ വധിക്കല്ല, മുക്തിയല്ല. അതേപോലെ ഈ രാക്ഷസിയായിട്ടുള്ള ഛായാപിശാചിനെ വധിച്ചത്, സിംഹികാവധം, പിന്നെ മലയ പർവ്വതം, അതൊക്കെ കണ്ടു ഹനുമാൻ അവിടെ ചെന്നിട്ട്. പിന്നെ രാത്രിയിൽ ലങ്കയിലേക്ക് പ്രവേശിച്ചു, ഏകാന്തതയിൽ ചിന്തിക്കുന്നു. പിന്നെ മധ്യാലയത്തിലേക്ക് പോകുന്നു, അന്തപുര ദർശനം, രാവണ ദർശനം, പിന്നെ പുഷ്പക വിമാന ദർശനം, അശോകവനിക കണ്ടു, അവിടേക്ക് എത്തി. സീതയെ കണ്ടു ഹനുമാൻ, അടയാളം കൊടുത്തു, സീതയോട് സംഭാഷണം മുഴുവൻ പറഞ്ഞു. ആ ഭാഷണത്തിൽ രാമകഥയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. രാക്ഷസികളെ സീതയെ ഭീഷണിപ്പെടുത്തുന്നത്, ത്രിജടയുടെ സ്വപ്നദർശനം, സീത ചൂടാമണി കൊടുക്കുന്നത്, പിന്നെ അടയാളവാക്യങ്ങൾ, കാക്കയുടെ കഥയൊക്കെ പറയണത്, പിന്നെ ഉദ്യാനഭംഗം ഒക്കെ കത്തിച്ചു, ഉദ്യാനമൊക്കെ കേടുവരുത്തി. അപ്പോൾ രാക്ഷസികളുടെ ഓട്ടം, രാവണ കിങ്കരന്മാരെ ഒക്കെ കൂടിയിട്ട് വന്നപ്പോൾ അവരെയൊക്കെ വരിച്ചത്, അക്ഷകുമാരനെ കൂടി വരിച്ചു. ഹനുമാനെ ബന്ദിയാക്കിയിട്ട് ഈ മേഘനാഥൻ കൊണ്ടുപോയി, അത് ബ്രഹ്മാസ്ത്രമൊക്കെ പ്രയോഗിച്ചിട്ടാണ്. അങ്ങനെ ഹനുമാൻ്റെ വാലിൽ തീ കൊളുത്തി, ലങ്ക മുഴുവൻ ചുട്ടു, അതീവ ഉച്ചത്തിൽ ഗർജിച്ചു. തിരികെ സമുദ്രം ചാടിക്കടന്ന് ഈ ഭൂമിയിലേക്ക് തന്നെ എന്ന് വെച്ചാൽ, അതായത് ലങ്കയിൽ നിന്ന് ഭാരതത്തിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ സുഗ്രീവൻ്റെ സ്വകാര്യമായിട്ടുള്ളൊരു ഉദ്യാനമുണ്ട്, അവിടുത്തെ തേനും ഫലങ്ങളും ഒക്കെ നല്ലോണം സ്വീകരിച്ചു, അതൊക്കെ ആസ്വദിച്ച് പിന്നെ ശ്രീരാമനെ കണ്ടു എന്നാണ്. ചൂടാമണി ഏൽപ്പിച്ചു, സമുദ്രദേവനെ കണ്ടു, പിന്നെ വരുണൻ്റെ ആവശ്യപ്രകാരം രാക്ഷസന്മാരെ വധിക്കുക, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടായി. അതിനുശേഷം നളൻ്റെ നേതൃത്വത്തിൽ, വിശ്വകർമാവ് തന്നെയാണ്, സേതുബന്ധനമൊക്കെ നടത്തി. 5 ദിവസം കൊണ്ട് 100 യോജന സേതു ബന്ധിച്ചു. പിന്നെ
എല്ലാവരും കൂടിയിട്ട് സമുദ്രം തരണം ചെയ്തു. രാത്രിയിലെ ലങ്ക വളഞ്ഞു. വിഭീഷണനുമായിട്ട് സംഘമുണ്ടായി. വധോപായങ്ങളെല്ലാം ആ വിഭീഷണനിൽ നിന്നും സ്വീകരിച്ചു. അതിനുശേഷം ക്രമേണയായിട്ട് യുദ്ധ രംഗത്തെ വർണ്ണന. അതിനുശേഷം കുംഭകർണനെ വധിച്ചു, മേഘനാഥനെ വധിച്ചു, പിന്നെ രാവണനെ വധിച്ചു. ഇതെല്ലാം വിഭീഷണൻ്റെ ഉപായത്തോട് കൂടിയിട്ടാണ്. ശത്രുപുരത്ത് നിന്ന് ഈ ശത്രുക്കളെ മുഴുവൻ നശിപ്പിച്ചതിന് ശേഷം വിഭീഷണനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. സീതയെ വീണ്ടെടുത്തു. പിന്നെ വിഭീഷണ അഭിഷേകമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ വാനരന്മാരും വിഭീഷണനും എല്ലാവരും കൂടിയിട്ട് യാത്രയായി. പോരുന്ന വഴിക്ക് കാഴ്ചകളെല്ലാം കാണിച്ചു കൊടുത്തു സീതയ്ക്ക്. പിന്നെ ഭരദ്വാജ ആശ്രമത്തിലേക്ക് എത്തി. അവിടെ അവരെ മഹർഷിയും രാമനും കൂടിയിട്ട് കണ്ടു. ഭരതനെ കാണാൻ വേണ്ടിയിട്ട് ഹനുമാനെ ആദ്യമേ തന്നെ പറഞ്ഞയച്ചു. നാളെ വരും, ഇനി താമസമൊന്നുമില്ല എന്ന് സമാധാനിക്കണം, അല്ലെങ്കിൽ 14 കൊല്ലം കഴിയുന്ന ദിവസം വന്നിട്ടില്ല, അച്ഛൻ മരിക്കുന്നതാണ്, പിറ്റേ ദിവസമാണ് ചെല്ലണത്, അതാണ്. അപ്പോൾ ഹനുമാനും ഭരതനും തമ്മിലുള്ള സമാഗമം, എല്ലാവിധ കഥകളും പറയൽ. പിന്നെ നന്ദിഗ്രാമത്തിൽ വെച്ച് രാമൻ വന്ന് ജഡയൊക്കെ കളഞ്ഞ് രാമാഭിഷേകത്തിനുള്ള ഏർപ്പാടുകളെല്ലാം ഈ വസിഷ്ഠൻ്റെ പ്രത്യേകമായിട്ടുള്ള വേദം വിധിച്ച പ്രകാരത്തിലുള്ള ഒരുക്കങ്ങൾ, ശ്രീരാമ പട്ടാഭിഷേകം. അതിനുശേഷം വാനര സൈന്യത്തെയൊക്കെ തിരിച്ചയച്ചു. ഹനുമാൻ അവിടെ തന്നെ നിന്നു. അതേപോലെ എല്ലാ ജനങ്ങളെയും സന്തോഷിപ്പിച്ചുകൊണ്ട് സുഖമായിട്ട് രാജ്യം ഭരിച്ചു. അതിൻ്റെ ഇടയ്ക്കൊരു അപവാദം കേട്ടതുകൊണ്ട് സീതയെ ഒഴിവാക്കുക എന്നൊരു രംഗമുണ്ടായി. വരാനിരിക്കുന്നവയോടുകൂടി അഭിദർശനം മുഴുവൻ ഉത്തരകാണ്ഡത്തിലും കൂടി ഇവ മുഴുവൻ വാൽമീകിക്ക് ഉള്ളിലിങ്ങനെ തോന്നി. അപ്പോൾ ഈ 3-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ സർഗത്തിൽ വാൽമീകി സ്വന്തം ഹൃദയത്തിൽ നാരദൻ പറഞ്ഞതും ബ്രഹ്മാവ് പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ശിവൻ പാർവതിയോട് പറഞ്ഞതായിട്ടുള്ള ഈ രാമായണത്തെ മുഴുവൻ കേൾക്കുകയാണ്, കാണുകയാണ്, അറിയുകയാണ്, അനുഭവിക്കുകയാണ്. ഇനി അതാണ് എഴുതാൻ പോകുന്നത് എന്ന് സാരം. ഇങ്ങനെ 3-ാമത്തെ സർഗം 39 ശ്ലോകങ്ങളെ കൊണ്ട് അവിടെ പറയപ്പെട്ടു. ഇപ്പോൾ 2ഉം 3ഉം സർഗങ്ങൾ 43 ശ്ലോകം 2-ാമത്തെ സർഗത്തിൽ, 39 ശ്ലോകം 3-ാമത്തെ സർഗത്തിൽ. ഇത്രയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഭഗവാൻ വാൽമീകി മഹർഷിക്ക് രാമൻ്റെ രാജ്യപ്രാപ്തിക്ക് ശേഷമുള്ള രാമായണ കഥയെ വിസ്തരിച്ച് പറയുന്നതായിട്ടുള്ള രംഗങ്ങളാണ്. അത് 4-ാമത്തെ സർഗം മുതൽ നമുക്കത് കേൾക്കാം. അത് അടുത്തേൽ കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ, സർവത്ര ശ്രീരാമനാമകീർത്തനം ജയ ജയ രാമ രാമ. സീതാരാമേന്ദ്രാഭ്യാം നമോ നമഃ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ശ്രീ ഹനുമാൻ സ്വാമി കി ജയ്. ഓം. ഇത് കേൾക്കണം, എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. 24,000 ശ്ലോകങ്ങളുടെ കഥകളെ പറയുകയാണ്. അതിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ടതായിട്ടുള്ള ശ്ലോകങ്ങളുണ്ടെങ്കിൽ അതൊന്ന് പാരായണം ചെയ്യുകയും ചെയ്യും. ഒരു പഠനം ഇതുകൊണ്ട് നടക്കും. അത് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വിനീതമായിട്ട് പ്രാർത്ഥിക്കണം. നാരായണ 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 നാരായണ.